രക്ഷയില്ല, കിടിലം. പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ പോന്നപ്പം കണ്ടതാണ്. ദൈവങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം കുമളി പോകുന്ന വഴിയിലാണ് കേട്ടോ. കുമളി പോകുന്ന വഴിയിൽ ഏറ്റവും നല്ലൊരു കിടിലൻ്റെ ഒരു വ്യൂ പോയിന്റ് നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഒരു രക്ഷയില്ല, കിടിലൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 8 മണി ആവാറായി. 8 മണി കഴിഞ്ഞ്. ഇപ്പം നമ്മളിപ്പോൾ ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ലോങ്ങിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന പറയുമ്പം ഇന്ന് പതിപോലെ തന്നെ ഒരു ക്ഷേത്രമാണ്. അത് നമ്മളെ തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു സുള്ളി വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. ഒരു ശിവലിംഗ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് പതിയെ പോകുമ്പോൾ തന്നെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിനകത്ത് ഏറ്റവും ഈ ഒരു പ്ലേസൊക്കെ അങ്ങോട്ട് കവർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പം പ്രകൃതി തന്നെ ഒരുക്കി തരുന്ന കൂടുതലും നമ്മുടെ കൃഷിയിടങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ മുന്തിരിത്തോട്ടം ഉണ്ടല്ലോ, മുന്തിരിത്തോട്ടത്തിൻ്റെ തൊട്ട് ഈ ഒഴുക്കാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിട്ടാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മളീ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ആ വ്യൂ കണ്ടോ, തൊട്ട് ബാക്കിൽ മലകൾ, അതിന് തൊട്ട് മീതെ നമ്മളെ മേഘങ്ങൾ തട്ടിയെന്നില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആ ഒരു കാഴ്ച ഏറ്റവും മനോഹരമാണ്. നിങ്ങൾക്ക് ഈ സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കാണുമെന്ന് പറയുമ്പോൾ. അപ്പം അതിന് തൊട്ടടുത്ത് ഈ കാണുന്ന കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുന്തിരിത്തോട്ടമാണ് കേട്ടോ. അപ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ ഇപ്പം അവർ നീക്കി വന്നപ്പം ഈ വിത്ത് ഇതൊക്കെ ഇട്ട് വെച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പം അതിനകത്ത് വെള്ളം ഒഴിക്കുന്ന ഒരു സംവിധാനം കണ്ട. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംവിധാനം കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയറായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒരു ട്യൂബ് ഇട്ടിട്ട് അതിനകത്തുനിന്ന് ഒരു സ്പ്രേ പോലെ എല്ലായിടത്തും വെള്ളം സ്പ്രെഡ് ആവുന്നത്. പൂജ ടൈമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്ഡ് ആണ്, പിന്നെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ആരും അലൗഡ് ചെയ്യത്തില്ല. അത്രയ്ക്കും കുറച്ചുകൂടി ഡേഞ്ചറാണ് അവിടെ. നമ്മുടെ ഈ മുന്തിരിത്തോട്ടത്തിനൊക്കെ ഈ വെള്ളം ഇട്ടേക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മഴ വീഴുന്നണക്കാ ഒരു സ്പ്രേ ആണ് കേട്ടോ മേളിൽ വെച്ചിരിക്കുന്നത്. സ്പ്രേ ടൈപ്പ് പോലെ എന്നുവെച്ചാൽ നമുക്ക് അകത്തൊന്നും അലൗഡ് അല്ല, നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ പോകുന്നപ്പം കണ്ടതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സുള്ളി വാട്ടർഫാൾസ് എന്ന് പറയും. അത് അവിടെ നിന്ന് ഏകദേശം ഒരു തൊട്ട് ഓപ്പോസിറ്റ് ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിനടുത്തുള്ള ഒരു കോടിലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവൻ ക്ഷേത്രത്തിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ഒരു ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളൊരു അമ്പലത്തിനകത്തേക്കുന്നുണ്ട് വലിയൊരു ഒച്ചയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കണ്ട നമ്മൾ തൊട്ട് എൻട്രിയിൽ നമ്മുടെ കറുപ്പ് സ്വാമിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ നന്ദിയാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ മെയിൻ കവാടം എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഓരോ ഇതിലൊന്നും ടച്ച് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഹൈലൈറ്റ് ഈ ഒരു ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ശിവലിംഗം നേർച്ചയായിട്ട് വെക്കുന്നൊരു രീതിയാണ് ഇവിടെ. ഏതാണ്ട് 1000 കൂടുതൽ ശിവലിംഗം മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിനാണ് ഇവിടെ കോടിലിംഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളാണ്ട് മുരുകനും അതുപോലെ നമ്മളെ ദൈവങ്ങളും അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് തൊടാൻ ഒന്നും ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മെയിനായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുപോലെ നമ്മൾ അയ്യപ്പൻ, ഗണപതി, ഇത് നമ്മുടെ ഒരു അഗസ്ത്യറാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ശിവലിംഗം മാത്രമല്ല എല്ലാ ദൈവങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം.
അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ശിവലിംഗങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാവരും ആകർഷിക്കുന്നത്. അതായത് കറക്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ ഭക്തരും ഇവിടെ നേർച്ച വെക്കുമ്പോഴത്തേക്ക് അത് സാധ്യമാകുമ്പോഴത്തേക്ക് അതിനുപരി ഇവിടെ ശിവലിംഗം വെക്കുക എന്നുള്ള പതിവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ശിവലിംഗം ഇവിടെ കയറിയിരിക്കുന്നത്. ഏതാണ്ട് 1000 കൂടുതലുണ്ട്. അതാണ് ഇവിടെ കോടിലിംഗം എന്ന് ഇവിടെ ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന് ഓപ്പോസിറ്റ് സൈഡ് എല്ലാ സൈഡും ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെ ചുറ്റളവിൽ തന്നെ എല്ലാ ദൈവങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് അഗത്യർ, ഭോഗർ അങ്ങനെ എല്ലാ ആൾക്കാരെയും വെച്ച് ഇവിടെ ശില്പം വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒറ്റ ഒരു രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും ഒരു ഹിഡൻ പ്ലേസ് കൂടിയാണ്. അപ്പോൾ വലുതായിട്ടാരും ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൂടുതലും അഗത്യറും പല ദൈവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് അഗത്യറിൻ്റെ ഒന്നും നമുക്ക് പേരറിയത്തില്ല, മൊത്തം തമിഴിലാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ആകെ ഭോഗർ അങ്ങനെ കുറച്ച് അഗത്യർ പേര് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചു തരേ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു മഹാവിഷ്ണുവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നമ്മൾ ചെറുതായിട്ടാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നാഗദൈവത്തിൻ്റെ ശില്പവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു മുള്ളുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് വലുതായിട്ട് ഇപ്പം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് വലിയ രീതിയിലൊന്നും ഒച്ചയൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 20-25 അടിയിലുള്ള നന്ദിയും 20-25 അടി നീളത്തിലുള്ള നന്ദിയും അതിൻ്റെ 100-120 അടിയിലുള്ള ഒരു ശിവലിംഗം ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഈ ഒരു ശിവൻ്റെ ലിംഗം നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സുരുളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർക്കുള്ള പല ചടങ്ങുകളും ചെയ്യുന്നൊരു കർമ്മമാണ് അവിടെ. അതിന് തൊട്ടടുത്താണ്. പക്ഷേ നമുക്ക് ഈ ഒരു പ്ലേസ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി അറിയുന്നത് തന്നെ. അപ്പം നമുക്കിതിനകത്ത് എല്ലാത്തിനും ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും മെയിനായിട്ട് പറയുമ്പോൾ ശിവലിംഗമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ 1-2 അല്ല, നമ്മളെ കണ്ണെത്താ ദൂരം മൊത്തം ശിവലിംഗമാണ് ഇരിക്കുന്നത്. അതുപോലെ വിശേഷ ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ വരാൻ പോലും പറ്റാത്ത അവസ്ഥ തന്നെ ആയിരിക്കും. അപ്പം മസ്റ്റായിട്ട് വരുന്നവർ ഈ ഒരു ക്ഷേത്രം കൂടി വന്ന് നോക്കുക. നമ്മളിപ്പോൾ ഇതാ ശിവലിംഗത്തിൻ്റെ സെൻറ്ററിൽ കൂടെയാണ്. അപ്പോൾ ഇവരെ പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറുന്നത് തന്നെ. അതേപോലെ ഇതിനകത്തൊന്നും തൊടല്ലേ എന്നാണ് ഏറ്റവും മെയിനായിട്ട് അവർ എടുത്തു പറയുന്ന കാര്യം. ഇവരുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറുമ്പോഴത്തേക്ക് ഇവിടെ ഈ ശിവലിംഗങ്ങൾ ഇവിടെ വന്ന് വെക്കുക എന്നുള്ളൊരു പതിവും അതുപോലെ ഒരു രീതിയുമാണ്. അതായത് അവരുടെ ആഗ്രഹങ്ങൾ 1-2 കേട്ടോ. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരു ഹിഡൻ പ്ലേസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആരും മിസ് ചെയ്യരുത്.